അതിന്റെ തെളിവാണ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കസാരകൾ. ഇവിടെ അടുത്തെങ്കിലും പോലീസും പട്ടാളമൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും കാരണം എന്താണ്? ഞാൻ കോമഡി പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം മോഷ്ടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാണ്. എൻ്റെ അനി ഇവിടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് കള്ള എവിടെ പോയിരിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരണമെന്നാണ് പറയുന്നത്. എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതായത് എൻ്റെ വീട്ടിൽ ഒരു 6 വയസ്സായ മോനുണ്ട്, എനിക്ക് 6 വയസ്സായ ഒരു മോനുണ്ട്. അപ്പം അവൻ്റെ സംഭാഷണത്തിനിടയ്ക്ക് തന്നെ ഒരുപാട് ഇതിൽ നിന്ന് ഞാൻ ചീന്തിയെടുക്കുന്ന തമാശകളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവൻ്റെ ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്, ഫോണ് നോക്കിയിട്ട് കാലും ഇട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സ്കൂളിൽ പോകാൻ സമയമായില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാം, എനിക്കിന്ന് പോകാൻ ഒരു മൂടില്ല. ഞാൻ പറയട്ടെ, എക്സാം അല്ലേ, എക്സാം ആയാലും ശരിയാണ്, എനിക്കിന്ന് പോകാൻ ഒരു മൂടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എടാ പഠിച്ച് വലുതായി പഠിച്ച ജോലിയൊക്കെ കിട്ടുള്ളൂ, അപ്പോഴേ ശമ്പളം കിട്ടുള്ളൂ, ശമ്പളം കിട്ടിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ പറയല്ലേ, അച്ഛൻ ഒരു മണ്ടൻ തന്നെ, നമുക്ക് ATM ഉണ്ടെങ്കിൽ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. അതായത് ഇവൻ്റെ ഞാനൊക്കെ ATM പോയിട്ട് ATM ഇടുമ്പോഴത്തേക്ക് കാശ് വരുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുന്നു നമുക്ക് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ATM ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന്. ഇവനെ അങ്ങ് ഉന്തിത്തള്ളി ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് പിറ്റേ ദിവസം വന്നിട്ട് അവൻ ചോദിക്കല്ലേ, അച്ഛാ ഈ EMI എന്ന് വെച്ചാൽ എന്താണ്? അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ EMI? അല്ല, ഈ മൂക്കിനകത്ത് വലിച്ചു കയറ്റുന്ന ഒരു സാധനമില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ട് അത് EMI അല്ല, അത് MDMA ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയല്ലേ, അങ്ങനെ ഒരു MDMA ട്രൈ ചെയ്തിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ആശുപത്രി കിടക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു വാശിക്കാരൻ്റെ കൂട്ടുകാരനുണ്ട്. അവന് റേഞ്ച് കിട്ടാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്യാന്നറിയാമോ, വാശിക്ക് പഠിച്ച് അവൻ റേഞ്ച് ഓഫീസറായി. അവനാണെങ്കിൽ MDMA നാട്ടിൽ ട്രെൻഡ് ആയപ്പോഴത്തേക്ക് അവൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് ഉപ്പെടുത്ത് പൊടിച്ച് മൂക്കിലിട്ട് വലിച്ച് BP കൂടി ആശുപത്രിയില്ല. അതാണ് എൻ്റെ വാശിക്കാരൻ കൂട്ടുകാരൻ.